ഡ്രാമയാണ്, എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്നൊരു ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ്. കാരണം മലയാളത്തിൻ്റെ ലാലേട്ടൻ തിരിച്ചു കൊണ്ടുപോകും. ഈ ആഫ്റ്റർ സീരീസ് ഓഫ് എനിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പടം കണ്ടിട്ട് സന്തോഷത്തോടെ വെരി ഹാപ്പിയോടെ പുറത്തിറങ്ങാൻ പറ്റുന്ന പെർഫോമൻസ് ഉണ്ട്. വെരി ഹാപ്പി. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. സിദ്ദിഖിക്ക പുള്ളി ഒരു നെഗറ്റീവുള്ള ക്യാരക്ടറാണ്. അവസാനമൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇവനെ കൈ കിട്ടിയാൽ പൊട്ടിക്കാനൊന്നും ഫീലാവില്ല. അത്ര ആളുടെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അനശ്വരയുടെ ആക്ടിങ്ങും സൂപ്പറാണ്. ഒരു കോട്ടൂൺ ഡ്രാമയാണ്. ഭയങ്കര ദൃശ്യങ്ങൾ ടെസ്റ്റ് ഒന്നുമില്ല, അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ അത് എൻഗേജിങ് ആയ രീതി എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു സീൻ പോലും ബോറടിക്കില്ല. കൈയടിക്കാനുള്ള 2 സീൻസൊക്കെ ഉണ്ട്, ഗുസ്ബംസ് സീൻസുണ്ട്. BGM നൈസായിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒരു 15 മിനിറ്റില്ല. എന്തായാലും ഇത് തന്നെ ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. മലയാളത്തിൻ്റെ ലാലേട്ടസ്റ്റ് ബാക്ക്. പടം കൊള്ളാം. അത്യാവശ്യം നല്ല ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ മോഹൻലാലിന് ഒത്തിരി നാൾക്ക് ശേഷം ഒരു തിയേറ്ററിൽ വിജയം വരുന്നൊരു പടമായിരിക്കും. പിന്നെ വമ്പൻ ടെസ്റ്റോ സസ്പെൻസോ ഒന്നും പ്രതീക്ഷ വരണ്ട. ഒരു നോർമൽ പടം എന്ന രീതിയിൽ പ്രതീക്ഷ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്. പക്ഷേ അതിൽ ഇൻട്രോൾ തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ കിട്ടിലുമാണ്, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ആയാലും അത്യാവശ്യം നല്ല ടെൻസ്റ്റാണ്. പക്ഷേ ക്ലൈമാക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പക്ക ക്ലീനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസ് പ്രതീക്ഷിച്ച് ആരും വരണ്ട. ഒരു നോർമൽ ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് ഫാമിലി പടമാണ്. പടം അത്രയ്ക്ക് ഒരു ഭയങ്കര ത്രില്ലിംഗ് ഒന്നുമല്ല. പക്ഷെ നമുക്കൊരു പടം ഇഷ്ടമാവും, ഫാമിലിക്ക് ഇഷ്ടമാവും. കാര്യം കുറേ ഇമോഷണൽസ് സീൻസൊക്കെ ഉണ്ട്. ജഗദീഷും ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ആക്ടിംഗ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഇതായിട്ട് തോന്നി. പക്ഷേ ഒരു ട്വിസ്റ്റോ ഒരു ഭയങ്കര ത്രില്ലിങ്ങോ അങ്ങനത്തെ ഒരു സീനും പടത്തിലില്ല. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണൊക്കെ നിറയും. പക്ഷേ എന്നാലും നമുക്കൊരു 50 കോടി അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു കംബാക്ക്, വലിയൊരു കംബാക്കൊന്നും അല്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ഡീസൻ്റ് ഒരു പടം അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ഫാമിലീസിനൊക്കെ ഇഷ്ടമാവും. കുറേ ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. ജസ്റ്റ് അത്ര പറയാനുള്ളൂ. അല്ലാതെ വലിയൊരു ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഇപ്പോൾ കണ്ണൂർ സ്കോഡൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ത്രില്ലിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഡീസൻ്റായിട്ട് ഡയറക്റ്റ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ നമുക്ക് സംഭവം അറിയാൻ പറ്റും ആരാണ്. പിന്നെ അയാളെ തെളിയിക്കാനുള്ളൊരു ഇതാണ് പടത്തിൽ കാണിക്കുന്നത്. ഒരു 90% കോർട്ട് റൂം തന്നെയാണ് കാണിക്കുന്നത്. വേറൊരു ഡീസൻ്റ് പടം അത്രേ ഉള്ളൂ. കിടിലം പടം. ലാലേട്ടൻ്റെ തിരിച്ചു വരവ് തന്നെയാണ് പടം. അതായത് ഇതിനകത്ത് ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ഓരോ സീനിന് കൊടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും കിടിലനായിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ഏരിയ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. അതായത് ഈ കോടതിയിലെ സീൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ പോലും നമുക്കൊരു ലാഗോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ആ സീക്വൻസൊക്കെ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ട്വിസ്റ്റോ സസ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല. അത് ഇല്ല എന്നുള്ളത് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ആരും പ്രതീക്ഷിച്ച് വരരുത്. പക്ഷേ എന്നാലും ഈ പടം നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. കാരണം കിടിലം പടമാണ്. അതായത് ഇതിനകത്ത് അഭിനയിച്ചവരൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയും കൂടിയാണ്. അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് നന്നായി ചെയ്തിട്ടുണ്ട്. ജഗദീഷ്, പിന്നെ നമ്മുടെ പ്രിയാമണി, ഇവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. എത്ര കാലത്തിന് ശേഷം ഒന്നും അറിയോ ലാലേട്ടൻ ഇങ്ങനെ കണ്ടേക്കണം. എത്ര കാലത്തിന് ശേഷം ലാലേട്ടൻ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് റോളിൽ കണ്ടേക്കണം. പിന്നെ അതുമാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു സിനിമ കൊണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയേക്കണം. നല്ല സന്തോഷമുണ്ട്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഞാനായിരിക്കും. കാരണം അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ തിരിച്ചു വരവിനായിട്ട്. 2024 ലാലേട്ടൻ്റെ വർഷമാണ്. അത് ലാലേട്ടൻ്റെ എല്ലാ പടങ്ങളും അടിപൊളിയായിരിക്കും. ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. കിടിലനായിട്ട് ലാലേട്ടൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ പെർഫോമൻസിലാണ് ഇത് പടം മിക്ക സീനിലും അത് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിനനുസരിച്ച് തന്നെ ആ ക്യാരക്ടറും ആ പെർഫോമൻസും എല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. കിടിലം പടമാണ്. എല്ലാവരും വന്ന് കാണും. പടം അടിപൊളിയാണ്. ഇപ്പം എല്ലാവരും പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഇതിപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ കുറേ തീമിൽ പടങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണ്ടിരിക്കാൻ മാത്രം നല്ലൊരു മൂവി ഉള്ളൊരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവിയാണ്. ലാലേട്ടൻ്റെ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ഓരോ ചെറിയ മൈന്യൂട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് വല്ലാണ്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. കാരണം ആൾ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ആൾ ജീവിക്കുമായിരുന്നു. അനശ്വരയുടെ പെർഫോമൻസ് ആയാലും പുള്ളിക്കാരത്തി അടിപൊളിയായിരുന്നു. ആൾ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.